Hi everyone, welcome to Krish Talks. Third semester BCom BBA ബിസിനസ് റെഗുലേഷൻസിന്റെ 3 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 3 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഏരിയ പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിലൊരു 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഷോർട്ട് എസ്സേയിൽ മാർക്ക് കുറഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാതും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാർട്ട് 2 നമ്മൾ ബാക്കി ഇമ്പോർട്ടന്റ് ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ടെലഗ്രാം ഗ്രൂപ്പിലൂടെയും പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി സെക്ഷനിലായിട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതൊന്ന് നോക്കുക, ഇൻസ്റ്റയ്ക്ക് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക. കാരണം എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ സ്റ്റോറി ത്രൂ ആയിരിക്കും അറിയിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്രിഷ് ടോക്സ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാന്റെ പേരും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് എസ്സേന്റെയും നമ്മൾ ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ കോൺട്രാക്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എഴുതേണ്ടത് ഡെഫിനീഷൻ ആണ്. എസ്പെഷ്യലി ഈ ഒരു സബ്ജക്റ്റിന് ഡെഫിനീഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡിഫൈൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഡെഫിനേഷൻ ആണ്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഡെഫിനേഷൻസ് ഒക്കെ ഏതെങ്കിലും വ്യക്തി പറഞ്ഞതായിരിക്കും അല്ലെ, അപ്പൊ അത് ഓർമ്മ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്താന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ എഴുതാ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം കോൺട്രാക്ടിന്റെയും അഗ്രിമെന്റിന്റെയും ഈ ബെയിൽമെന്റ് ഏജൻസി അതിന്റെയൊക്കെ തന്നെ ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, കോൺട്രാക്ട് അഗ്രിമെന്റ് നിർബന്ധമായിട്ടും ഡെഫിനേഷൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ കോൺട്രാക്ട് എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ് വരുന്നത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ ഇത്. ഡേവിഡ് എം വാക്കർ പറയുന്ന കാര്യം ഇതാണ്: എ കോൺട്രാക്ട് മേ ബി ഡിഫൈൻഡ് ആസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ ഇന്റൻഡഡ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ടു ബി ലീഗലി എൻഫോഴ്സബിൾ. നമുക്കറിയാവുന്ന കാര്യമാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. 2 വ്യക്തികൾ, 2 അതിലധികമോ വ്യക്തികൾ തമ്മിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് എന്ന് വെച്ചാൽ ചുമതലകൾ കൈമാറിക്കൊണ്ട് അവര് എന്താ പറയാ നിയമത്തിന് സാധ്യതയുള്ള, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോടതിയിലൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തില് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് 2 വ്യക്തികൾ, 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടക്കുന്ന എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ ബെയിൽമെന്റ്. അതും ഡിഫൈൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ 15th ചാപ്റ്ററിൽ ബെയിൽമെന്റ് എന്താന്നുള്ളതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ നോക്കാം കേട്ടോ. ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 148 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അത് ഓർമ്മയിൽ വരാൻ നിങ്ങൾക്ക് സാധ്യതയില്ല എങ്കിലും നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 148 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഈ സെക്ഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. എല്ലാം കൂടി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ കോൺട്രാക്ട് അഗ്രിമെന്റിന്റെ ഒക്കെ സെക്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ സെക്ഷൻ പഠിച്ചു വെക്കുക. ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം, ഏതൊക്കെ സെക്ഷൻസ് നിങ്ങൾ പഠിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഒക്കെ സെക്ഷൻ ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, എ ബെയിൽമെന്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൾ വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ പേഴ്സൺ ഡെലിവറിംഗ് ദം. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ ബെയിൽമെന്റ് എന്ന് പറയുന്നത് ഗുഡ്സിന്റെ കൈമാറ്റമാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഗുഡ്സിന്റെ കൈമാറ്റമാണ്. അവര് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുണ്ടാവും, അതനുസരിച്ച് അവർ കൈമാറുന്നു. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ, ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് ഇടാൻ കൊടുക്കുന്നു മറ്റൊരു ഫ്രണ്ടിന്. ഇപ്പൊ എന്റെ
സിസ്റ്ററിന്റെ കല്യാണമാണ്. അപ്പൊ ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഡി നീ കഴിഞ്ഞ മന്ത് എടുത്ത ഒരു ഗ്രീൻ കളർ ചുരിദാർ ഒന്ന് എനിക്ക് തരുമോ, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അത് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ കൈമാറുന്നതാ. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ടിനോ നമ്മൾ ഗുഡ്സ് കൈമാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയാം. അത് ആ പർപ്പസ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടു കൊടുക്കണം. ഇപ്പൊ ഫ്രണ്ടിന് നമ്മൾ വണ്ടി ഓടിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയാം ഒരാഴ്ചക്ക് നീ എടുത്തോ, നീ അതിൽ പെട്രോൾ ഒന്ന് അടിച്ചാൽ മതി, നീ എടുത്തോ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ചെറിയൊരു തുകയ്ക്കോ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പുറത്തോ നമ്മൾ കൊടുക്കും. ഒരാഴ്ച കഴിഞ്ഞത് തിരിച്ചേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം കോൺട്രാക്ട് ആണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ആൻ ആക്സെപ്റ്റൻസ് ആണ്. ആക്സെപ്റ്റൻസ് വരുന്നത് 3rd ചാപ്റ്ററിലാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ആക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ അപ്പൊ അത് വാട്ട് ഈസിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് എന്താന്ന് എഴുതിയാൽ മതിയായിരിക്കും. ആക്സെപ്റ്റൻസ് ഈസ് ദ എസെന്റ് ഓഫ് ദ ഓഫറി ടു ആൻ ഓഫർ മെയ്ഡ് ടു ഹിം. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹിസ് ഇന്റൻഷൻ ടു ബി ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ദി ഓഫർ. അതായത് ഒരാൾ ഓഫർ വെക്കുന്ന ആളുണ്ടാവും, ഒരാളത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുണ്ടാവും. അപ്പൊ അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ ഒരു പ്രപ്പോസൽ വെച്ചാൽ മറ്റാള് എന്ത് ചെയ്യുന്നു, ആളുടെ സമ്മതപ്രകാരം അത് എന്ത് ചെയ്യുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡു യു മീൻ ബൈ വാറന്റി എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ 17ാമത്തെ ചാപ്റ്ററിലാണ് വാറന്റി വരുന്നത്. A warranty is a stipulation collateral to the main purpose of the contract, the breach of which gave rise to claim for damages but not a right to reject the goods and treat the contract of repudiated. അതായത് അതിൽ പറയുന്നത് ഇപ്പൊ നമ്മള് വാറന്റി, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വാറന്റി കിട്ടാറുണ്ട്. വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വസ്തുവിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാല് അത് ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒന്നാണ് വാറന്റി എന്ന് പറയുന്നത്. നമുക്കത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രിഡ്ജ് വേണ്ട എന്ന് പറഞ്ഞ് കടയിൽ കൊണ്ടുകൊടുത്ത് തിരിച്ച് പൈസ വാങ്ങാനായിട്ട് കഴിയില്ല. പകരം നമുക്ക് വാറന്റി ക്ലെയിം ചെയ്യാം. അതായത് ആ ഒരു ഡാമേജ് എന്താണോ അത് നോക്കി അവര് നമുക്കത് ക്ലിയർ ചെയ്ത് തരും. അല്ലാതെ ആ ഒരു വസ്തുവിനെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഫ്രിഡ്ജ് വാങ്ങിച്ച് 3-4 മാസം കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ള വാറന്റി ഉണ്ടാവും. അപ്പൊ 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഡാമേജ് സംഭവിക്കുന്നത്. അതായത് ഫ്രീസറിൽ ആ ഒരു കൂളിംഗ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഡാമേജ്. അപ്പൊ അത് പറഞ്ഞ് നമുക്ക് ഈ ഫ്രിഡ്ജ് കൊണ്ടുപോയിട്ട് കടയിൽ കൊടുത്ത് പൈസ വാങ്ങാൻ പറ്റില്ല. വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള ഒന്നാണ് വാറന്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വയ്ക്കാം. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് LLP എന്നുള്ളത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലാണ് LLP വരുന്നത്. അതായത് 19ാമത്തെ ചാപ്റ്ററിൽ കേട്ടോ, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതാണ് LLP. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ LLP എന്നാണ് ഉണ്ടാവുക. ഈ 19ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു LLP എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത് 2008 റീസെന്റ് ആയിട്ട് വന്ന ഒരു ആക്ട് ആണ്. അപ്പൊ LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോർപ്പറേഷൻ. പാർട്ട്ണർഷിപ്പിന്റെയും കോർപ്പറേഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ട ലൈൻ. പിന്നെ അതേപോലെ തന്നെ ഓൾ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് ഗവേൺഡ് അണ്ടർ ദ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. അതിന് കീഴിലാണ് ഇത് വരുന്നത്. However, 2008 ഇത് വന്നാലും in India, LLP was introduced in April 2009. 2009 ഇന്ത്യയിൽ ഇത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഫോർ ദ എന്റർപ്രൈസസ് ഇൻ സർവീസ് സെക്ടർ ഇൻ പെർട്ടിക്കുലർ, അതായത് സർവീസ് സെക്ടറിലുള്ള എന്റർപ്രൈസിനും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആക്ട് വളരെയധികം യൂസ്ഫുൾ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഏജൻസി. എന്താണ് ഏജൻസി എന്ന് പറയുന്നത്? ഏജൻസി വരുന്നത് നമ്മുടെ 16th ചാപ്റ്ററിലാണ് ഏജൻസി എന്താണെന്ന് പറയുന്നത് കേട്ടോ. An agency is the relation between an agent and his principal created by an express or implied agreement whereby an agent is authorized by his principal to act or represent him in dealing with third parties. അതായത് ഏജൻസി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏജന്റ് ഉണ്ടായിരിക്കും, ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരിക്കും. പ്രിൻസിപ്പൾ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിൻസിപ്പൾ ഇല്ലാത്ത സമയത്ത് ആളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുടെ സ്ഥാനത്ത് നിന്ന് ആള് ചെയ്യേണ്ട കാര്യങ്ങൾ തേർഡ് പാർട്ടീസുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആള് നിയമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫ്രസ്ട്രേഷൻ എന്നുള്ളത്. ഫ്രസ്ട്രേഷൻ വരുന്നത് 12th ചാപ്റ്ററിലാണ്. 12th ചാപ്റ്ററിൽ ഫ്രസ്ട്രേഷൻ എന്നല്ല കൊടുത്തേക്കുന്നത്, ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നാണ്. അതായത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോസിബിലിറ്റീസ്, പലതരത്തിലുള്ള ഇമ്പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ദ കൺസെപ്റ്റ് ഓഫ്
supervening impossibilities is known as doctrine of frustration in the English law. English law പ്രകാരം supervening impossibilitiesനെയാണ് doctrine of frustration എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് supervening impossibilities എന്ന് പറയണ്ടേ? supervening impossibilities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ടോപ്പിക്കാണ്, ടെക്സ്റ്റിൽ ഇതിന് മുന്നത്തെ ടോപ്പിക്കാണ് കേട്ടോ. അതായത് ആ ഒരു കോൺട്രാക്ട് തുടങ്ങുന്ന സമയത്ത് പോസിബിൾ ആയിരുന്നു. ഓക്കെ, കോൺട്രാക്ട് ഇസ് പോസിബിൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷന്റെ ടൈമിൽ അത് പോസിബിൾ ആയിരുന്നു. ബട്ട് സബ്സിക്വന്റ്ലി ബിക്കം ഇമ്പോസിബിൾ ഡ്യൂ ടു സം ഇവന്റ്. പക്ഷെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്തൊക്കെയോ കാരണങ്ങൾ മൂലം അത് നടക്കാൻ പറ്റാതെയായി. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ ഒരു ആടിനെ നോക്കി നടക്കായിരുന്നു, വളർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ആടിനെ നോക്കി നടക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ആടുണ്ട്, ആടിനെ ഇങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ഞായറാഴ്ച പോരെ വീട്ടിലേക്ക് നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്തു, ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെട്ടു, അഡ്വാൻസും എനിക്ക് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് നടപ്പിലാവാനായിട്ട് യാതൊരു കുഴപ്പമില്ല, പോസിബിൾ ആയിരുന്നു. പക്ഷെ അടുത്ത ഞായറാഴ്ചക്ക് മുന്നേ ശനിയാഴ്ച രാത്രി ഈ ആട് ചത്തുപോവാണ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടപ്പിലാകാതെ ആയി അല്ലെ. ഇപ്പൊ ശനിയാഴ്ച, അത് ഞായറാഴ്ചയാണ് കംപ്ലീറ്റ് ആവുക കോൺട്രാക്ട്, പക്ഷെ ശനിയാഴ്ച ആയപ്പോഴേക്കും അതെന്തായി, നടക്കാൻ പറ്റാതെയായി. അപ്പൊ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സൂപ്പർവെയിനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. തുടക്കത്തിൽ പോസിബിൾ ആയിരുന്നു, പിന്നീട് അത് പോസിബിൾ അല്ലാതെ ആയി. അപ്പൊ ഇതിനെ, ഈ സൂപ്പർവെയിനിങ് ഇമ്പോസിബിലിറ്റിനെ ഇംഗ്ലീഷ് ലോ പ്രകാരം നമ്മൾ പറയുന്ന വാക്കാണ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ളത്. ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് കോൾഡ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ ബിക്കോസ് ദ പാർട്ടീസ് ആർ പ്രിവെന്റഡ് ഫ്രം ഫർദർ പെർഫോമൻസ് ആൻഡ് ദേ ബിക്കം ഡിസപ്പോയിന്റഡ് ഡ്യൂ ടു നോൺ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് അണ്ടർ കമ്പൽഷൻ ഫ്രം ദ ഇമ്പോസിബിലിറ്റി. അതായത് ഈ ഒരു കോൺട്രാക്ടിന്റെ തുടക്കത്തിൽ രണ്ട് പാർട്ടീസും വളരെയധികം ഹാപ്പി ആയിരുന്നു, ഇത് എന്തായാലും നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ പിന്നീട് പല കാരണങ്ങളാൽ അത് നടക്കാതെ ആയപ്പോൾ അല്ലെ, അവരെന്ത് നോൺ പെർഫോമൻസ്, ആ ഒരു സാധ്യത വന്നപ്പോൾ അവർ ഡിസപ്പോയിന്റഡ് ആയി. അപ്പൊ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് രൂപപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിനെ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ക്വാസി കോൺട്രാക്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്താണ് ക്വാസി കോൺട്രാക്ട് എന്നുള്ളത്. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഓർ ഓൾമോസ്റ്റ് എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ക്വാസി കോൺട്രാക്ട്സിനെ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്സ് എന്നും കോൺട്രാക്ട്സ് ഇൻ ലോ എന്നും ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് എന്നൊക്കെ പേരുണ്ട്. അതും പഠിച്ചു വെക്കുക. അതായത് ഇതിൽ പറയുന്ന മെയിൻ കാര്യം, ഒരു കോൺട്രാക്ട് അത് യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്ട് ആവണം എന്നുണ്ടെങ്കിൽ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും അതിൽ വേണം. എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ കൺസെന്റ്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്ട്, ഇതേപോലുള്ള ഒരു 10 എസെൻഷ്യൽ എലമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഉണ്ടെങ്കിലേ ആ ഒരു കോൺട്രാക്ട് ആവുള്ളൂ, വാലിഡ് ആവുള്ളൂ, എൻഫോഴ്സിബിൾ ആവുള്ളൂ. പക്ഷെ ചില സിറ്റുവേഷനിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കോൺട്രാക്ട് നല്ലൊരു കോൺട്രാക്ട് ആയി മാറാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതിനെയാണ് ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ക്വാസി കോൺട്രാക്ട് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ലോ ഇമ്പോസസ് അപ്പോൺ ദ പേഴ്സൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതായത് നിയമത്താൽ ഒരു കോൺട്രാക്ട് അവിടെ രൂപപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എസെൻഷ്യൽ എലമെന്റ്സ് ഇല്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് അല്ല, പക്ഷെ നിയമം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോർട്ട് ഒബ്ലിഗേഷൻസ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ എഗ്രിമെന്റ് എന്നാണ്. അത് ഡിഫൈൻ എഗ്രിമെന്റ് എന്നായാലും ചോദിക്കാം കേട്ടോ. അപ്പൊ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 2 സബ്സെഷൻ ഇ പ്രകാരം, അപ്പൊ എഗ്രിമെന്റിന്റെ ഒക്കെ സെക്ഷൻ പഠിച്ചു വെക്കാം കേട്ടോ, എഗ്രിമെന്റിന്റെയും കോൺട്രാക്ടിന്റെയും. സെക്ഷൻ 2 സബ്സെഷൻ ഇയിൽ പറയുന്നത് every promise and every set of promises forming the consideration for each other is an agreement. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ ഒരു എണ്ണം കൂടി നിങ്ങൾ അതിൽ കൂടെ എഴുതിക്കോളൂ കേട്ടോ. എഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഓഫ് ഓഫർ. ആ ഒരു ലൈൻ ഒന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ എഗ്രിമെന്റ് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങൾ എഴുതിക്കോളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ കൺസ്യൂമർ ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ എന്നാൽ എന്ത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് വരുന്നത് നമ്മുടെ 18th ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പൊ 18th ചാപ്റ്ററിൽ ഇവിടെ പറയുന്നുണ്ട് കൺസ്യൂമർ എന്താണ്. ദ ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്യുന്നത് 2 ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമർ ഓഫ് ഗുഡ്സും കൺസ്യൂമർ ഓഫ് സർവീസും. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും എഴുതണം കേട്ടോ. അതിനു മുന്നേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്നൊന്ന് എഴുതിയതിനു ശേഷം മാത്രം ഇത് എഴുതുക.
അപ്പൊ കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൺസ്യൂമർ ഓഫ് ഗുഡ്സ് മീൻസ് എനി പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ. ഒരു പൈസ കൊടുത്ത്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പണമാണ് കേട്ടോ, പൈസയുടെ ആ ഒരു വാല്യൂവിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുത്ത് ഗുഡ്സ് വാങ്ങുന്ന ഒരാളെയാണ് നമ്മൾ കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ സർവീസ് എന്ന് കൺസ്യൂമർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് തന്നെ പൈസ കൊടുത്ത് സർവീസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് കൺസ്യൂമർ ഓഫ് സർവീസ്. ഇത് രണ്ടെണ്ണാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർ എന്താണ് എന്നുള്ളത് പറയുന്നത്. രണ്ട് ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിഫൈൻ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം പറയേണ്ട ഒരു സംഭവം, കൺസിഡറേഷൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന് വേണ്ട ഒരു എസെൻഷ്യൽ എലമെന്റിൽ ഒന്നാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ പ്രോമിസി ഫോർ ദ ഒബ്ലിഗേഷൻ ഓഫ് ദ പ്രോമിസർ. പ്രോമിസർക്ക് കൊടുത്ത ആ ഒരു ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോമിസി കൊടുക്കുന്ന ആ ഒരു പ്രൈസ്, ആ ഒരു എമൗണ്ടിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡെഫിനേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടിയൊരു ഡെഫിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ പഠിക്കുക. ഓക്കെ, നമ്മുടെ 12th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഈസ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പൊ നമ്മൾ മിസ്റ്റേക്ക് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു 6th ചാപ്റ്ററിൽ. അപ്പൊ അതില് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് രണ്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം ഇതിപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിലാറ്ററലാ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ബൈലാറ്ററലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾ പഠിക്കുക. ഞാനത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്ക് നോക്കാട്ടോ. ഇവിടെ ഉണ്ട്, വേർ ബോത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെന്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെന്റ് ഇസ് വോയിഡ്. അതായത് രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും, ഒരു രണ്ട് പാർട്ടീസ് ഉണ്ടാവില്ല ഒരു എഗ്രിമെന്റിൽ, ആ രണ്ട് പാർട്ടീസിന്റെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അതിനാണ് ബൈലാറ്ററൽ. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടെന്നല്ല, അപ്പൊ ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പൊ അത്തരത്തിലുള്ള കോൺട്രാക്ട് എന്താവും, വോയിഡ് ആയിട്ട് മാറും. ഇനി യൂണിലാറ്ററൽ നോക്കാം. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ സിറ്റുവേഷൻ വെർ ഓൺലി വൺ പാർട്ടി ഈസ് അണ്ടർ മിസ്റ്റേക്ക്. അതായത് ഒരാളുടെ ഭാഗത്തു നിന്ന് മാത്രമേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ആളുടെ മിസ്റ്റേക്ക് ചെയ്ത ആളുടെ ആ ഒരു പ്രവൃത്തിനെ വോയിഡ് ആക്കും, മറ്റാൾ ചെയ്ത പ്രവൃത്തിനെ വാലിഡ് ആക്കി മാറ്റും. ക്ലിയർ ആയോ? അതായത് മൊത്തം എഗ്രിമെന്റ് അവിടെ വോയിഡ് ആയിട്ട് മാറുന്നില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫൈൻ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോൺട്രാക്ട് ഓഫ് സെയിൽ വരുന്നത് 17ാമത്തെ ചാപ്റ്ററിലാണ്. അപ്പൊ ഇതെന്താണ്, പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് സെല്ലർ ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ടു ദ ബയർ ആൻഡ് ആസ് റിഗാർഡ്സ് ദ ബയർ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ആൻഡ് പേയ്മെന്റ് ഫോർ ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. അതായത് ഒരു സെയിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു ബയർ ഉണ്ടായിരിക്കും, ഒരു സെല്ലർ ഉണ്ടായിരിക്കും, അവിടെ ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നു, ഇടയിൽ ഒരു കൺസിഡറേഷനും ഉണ്ടായിരിക്കും. അങ്ങനെ പണത്തിന്റെ ആ ഒരു മൂല്യം വെച്ചുകൊണ്ട് നമ്മൾ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബയറും സെല്ലറും ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് കൈമാറുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് മീൻ ബൈ ക്വാണ്ടം മെറിറ്റ് എന്നുള്ളതാണ് നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്കത് നോക്കാം. ക്വാണ്ടം മെറിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ക്വാണ്ടം മെറിറ്റ് ലിറ്ററലി മീൻസ് ആസ് മച്ച് ആസ് ഏൺഡ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, ഈ ടേം. എന്നിട്ട് നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. പെൻസിലോണ്ടോ അല്ലെങ്കിൽ ബ്ലൂ പെനോണ്ടോ എഴുതണമെന്ന് വെച്ചാൽ ബ്ലാക്ക് പെൻ വെച്ചോ അങ്ങനെ അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആസ് മച്ച് ആസ് ഏൺഡ്. അതായത് ഇൻ ലീഗൽ സെൻസ് ഇറ്റ് മീൻസ് പേയ്മെന്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. നമ്മൾ എത്രയാണോ പണിയെടുത്തത് അതിന് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടണം. അതായത് ഇപ്പം രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ പറമ്പിലും പാടത്തൊക്കെ പണി ചെയ്തു, നിങ്ങൾക്ക് ഒരു 2 രൂപ തന്നാൽ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ എത്രയാണോ നിങ്ങൾ പണിയെടുത്തത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതാണ് ആസ് മച്ച് ആസ് ഏൺഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. പ്രിവിറ്റി എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഉണ്ട്, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺസിഡറേഷന്റെ കാര്യമാണ്. The term privity of consideration is a doctrine which means stranger to the consideration or consideration given by any other person than the promisee. Promisee അല്ലാതെ ഇപ്പൊ ഒരു കോൺട്രാക്ട് ആകുമ്പോൾ നമുക്കറിയാം പ്രോമിസർ ഉണ്ടായിരിക്കും, പ്രോമിസി ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനാണ് ഒരു ഓഫർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനാണ് പ്രോമിസർ. ഇപ്പം നിങ്ങൾക്കാണ് ഓഫർ വെക്കുന്നത്, അതായത് 10 ലക്ഷം രൂപ തന്നാൽ ഞാൻ എന്റെ വണ്ടി തരാം എന്ന് പറയുന്ന ആള് ഞാനാണ്. അപ്പൊ 10 ലക്ഷം രൂപ നിങ്ങളല്ലേ എനിക്ക് തരണ്ടേ, നിങ്ങളാണ് പ്രോമിസി, പൈസ തരുന്ന ആളാണ് പ്രോമിസി. അപ്പൊ പ്രോമിസി അല്ലാതെ വേറൊരാളാണ് എനിക്ക് പൈസ തരണേന്നുണ്ടെങ്കിൽ അത്തരം കൺസിഡറേഷനെയാണ്
പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാം. അതായത് ഇപ്പൊ അഞ്ജു എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ടാണ് ഞാൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഞാൻ അഞ്ജുവിന്റെ അടുത്ത് പറയാണ്, അഞ്ജു 10 ലക്ഷം രൂപ തന്നാ ഞാൻ എന്റെ വണ്ടി തരാം എന്ന് പറഞ്ഞു. അഞ്ജു അത് സമ്മതിച്ചു. അപ്പൊ അഞ്ജു പറയാണ്, ചേച്ചി ഒരു കാര്യം ചെയ്യും, അപ്പു പൈസ തരും ചേച്ചിക്ക്, അവൻ ഓൾറെഡി എനിക്ക് 10 ലക്ഷം രൂപ തരാനുണ്ട്, അപ്പൊ അതുകൊണ്ട് അപ്പു ചേച്ചിക്ക് തന്നോളും എന്ന് പറയാണ്. അപ്പൊ അപ്പു എന്നുള്ള വ്യക്തി എനിക്ക് തികച്ചും ഒരു തേർഡ് പേഴ്സൺ ആണ്. പക്ഷെ ഞാൻ പറയാണ്, ഓക്കെ എനിക്ക് ആര് തന്നാലും കുഴപ്പമില്ല, 10 ലക്ഷം രൂപ ആയാൽ മതി എന്ന് ഞാൻ പറയാണ്. അങ്ങനെ അപ്പു ആണ് എനിക്ക് പൈസ കൊണ്ട് തരുന്നത്. അപ്പൊ ഇവിടെ പ്രോമിസി ആയിട്ടുള്ള അഞ്ജു അല്ല എനിക്ക് തരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്തരം സിറ്റുവേഷനെയാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. അതായത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് പൈസ വാങ്ങുന്നതിനെയാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അത് ഇംഗ്ലീഷ് ലോ പ്രകാരമാണ് കേട്ടോ. അപ്പം ഇത്രയും ടേംസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 നമ്മൾ പറയുന്നത്. പാർട്ട് 2 വീഡിയോ ഉണ്ടാവും. അതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ, മെസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.